ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പാർട്ട് 2ൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്ട് 3 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സുധാമൂർത്തിയുടെ ഹൗ ദ ഒനിയൻ ഗോട്ട് ഇറ്റ്സ് ലേസ് എന്നുള്ള കഥ. നമുക്ക് തുടങ്ങാം. Chapter 3. The king and queen coaxed and cajoled and pleaded and scolded, but Bina remained unmoved. One day the queen said to the king, "This is the weakness that the goddess had warned us about. We can't let her continue like this. What should we do?" അപ്പോൾ കിങ്ങും ക്വീനും ബീനേനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇങ്ങനെ എന്താ പ്ലീസ് നിർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ബീന ഒന്നും അണിഞ്ഞില്ല. എന്നിട്ട് ക്വീൻ ഒരു ദിവസം കിങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ആ കേഴ്സ്, ആ ഫ്ലോ, ആ ഗോഡസ് നമ്മുടെ അടുത്ത് വോൺ ചെയ്തത്. പക്ഷെ നമുക്കിതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. The king thought about the problem for a few minutes. Then he said, "The goddess knew that she would be born with this flaw. I'm sure that she can provide a solution too. Why don't we send Bina to her?" കിങ് കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ ദേവിക്ക് അറിയാമെന്നല്ലോ ഇങ്ങനെ ഒരു ഫ്ലോ വെച്ചിട്ടായിരിക്കും ബീന ഉണ്ടാവുന്നതെന്ന്. എങ്കിൽ പിന്നെ ആ ഗോഡസിൻ്റെ അടുത്ത് ബീനേനെ അങ്ങ് അയച്ചപ്പോൾ നമുക്ക് നോക്കാം. ഇതേതാണ് പേജ്. Queen agreed and called Bina. She said to her daughter, "Bina, go to the forest and meet the goddess who blessed us with your presence in our lives. Ask her what should be done about your powerful desire to wear new clothes every day. It is impracticable and wasteful, my child." അപ്പോൾ ബീനേനെ ഓക്കെ ശരി അങ്ങനെ വിടാന്നൊക്കെ പറഞ്ഞ് ക്വീൻ ബീനേനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയാണ് ആ കാട്ടിൽ പോയിട്ട് ആ ഗോഡസിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്കണം. നിന്നെ പ്രാർത്ഥിച്ചിട്ട് നീ ചോദിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പവർഫുൾ ഡിസയർ എങ്ങനെയാണ് ഞാൻ മാറ്റുന്നതെന്നുള്ളത്. ബീന agreed to meet the goddess only to please her mother. ബീന ഓക്കെ ശരി എന്ന് പറഞ്ഞ് അഗ്രി ചെയ്തു. എന്തിന്? അതിൻ്റെ അമ്മേനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം. The next day, Bina entered the dark green forest and prayed until the goddess appeared. അടുത്ത ദിവസം ബീന കാട്ടിൽ പോയിട്ട് ദേവി വരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. She came in a flash of green light which lit up everything around her. Folding her hands, Bina told the goddess why she had come. ദേവി വന്നത് ഇങ്ങനെ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. ബീനയുടെ സറൗണ്ടിങ്സ് ഫുള്ള് പച്ച കളറാക്കി ഇങ്ങനെ ഫ്ലാഷ് ചെയ്തായിരുന്നു വന്നിരുന്നത്. എന്നിട്ട് ബീന കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തിനാ വന്നതെന്നത് പറഞ്ഞു. ഒരു കാട്ടിൻ്റെ പേജാണ്, ആൾക്കാരൊന്നും കാണുന്നില്ല. "I know your problem, my child. I will send you a new outfit every day. It will be unique and its colors and designs will delight you. But you should remember one thing. You cannot wear anything else, nor you can exchange these clothes with anyone else. If you ever do that, there will be consequences." എനിക്ക് നിൻ്റെ പ്രോബ്ലംസ് അറിയാം. ഞാൻ നിനക്ക് എല്ലാ ദിവസവും ഓരോരോ ക്ലോത്ത്സും എടുത്താൽ അതിൻ്റെ ഡിസൈൻസും കളേഴ്സൊക്കെ യൂണീക്കായിട്ട് നിനക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇതാർക്കും എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു ഉടുപ്പ് മേടിക്കാൻ പറ്റില്ല. ഇതല്ലാതെ വേറൊരു സാധനം ഇടാനും പറ്റില്ല. അത് അങ്ങനെ വരെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് കോൺസിക്വൻസസ് ഉണ്ടാവും. "Why won't I be happy if I get new clothes every day?" എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാ ദിവസവും ന്യൂ ക്ലോത്ത്സ് പുതിയ ഉടുപ്പ് കിട്ടിയിട്ട് സന്തോഷപ്പെടാത്തത്? Bina asked, surprised and pleased at the goddess' words. "I am happy to agree this condition." ബീന ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് പ്ലീസ് ആയിട്ട് ദേവിയെടുത്ത് പറഞ്ഞു, ഞാൻ ആ കണ്ടീഷന് ഓക്കെയാണ്, അഗ്രി ചെയ്തു. Goddess smiled and vanished.
ദേവി ചിരിച്ചോണ്ട് മറഞ്ഞു പോയി. ഇതാണ് പേജ്. ദേവി ഉണ്ട്, പിന്നെ ദേവിയുടെ ബീന ഉണ്ട്. ഇത്തിരി കാടാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരുന്നോളൂ. ടാറ്റാ.